ഓക്കെ ഡോക്ടർ ജയരാജ്, ആര് പറയുന്നത് കൊള്ളും, ആര് പറയുന്നത് തള്ളും? ഡോക്ടർ ജയരാജ്, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. യെസ് ആരിഫ് ഹുസൈൻ, ഞാൻ വരാം. ഇതിനകത്ത് ഞാനിപ്പോൾ അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. എന്ത് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സംസ്കരണം നടത്തുന്നതെന്നുള്ള കാര്യം പറയുന്നില്ല. ഞാൻ ഉപയോഗിച്ച ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊണ്ടുവരുന്ന സമയത്ത് ഈ സാധനം എങ്ങനെയുള്ള വാഹനങ്ങളിലാണ് കൊണ്ടുവരുന്നത്, ആ വാഹനങ്ങൾ ശീതീകരിച്ച വാഹനങ്ങളാണോ, അതിനകത്തുനിന്ന് ലീക്കേജ് ഉണ്ടോ? കാര്യം എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, ഈ ചിക്കൻ വേസ്റ്റ് മാത്രം കൊണ്ടുപോകുമ്പം ആ പരിസരത്തെങ്ങും ഒരു 10 മിനിറ്റോളം അസഹ്യമായ ദുർഗന്ധമാണ്, നിൽക്കാൻ പോലും പറ്റില്ല. അന്ന് തന്നെ കട്ട് ചെയ്യുന്ന സാധനം കൊണ്ടുവന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഒരു ദിവസം താമസിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞായറാഴ്ച എടുക്കാൻ വരില്ല ക്ലീൻ ചെയ്യുന്നവർ. തിങ്കളാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രിയിലാണ് പിന്നെ എടുക്കാൻ വരുന്നത്. തിങ്കളാഴ്ച രാത്രി ഇത് എടുക്കുന്ന സമയത്ത് ഒരു 9-10 മണിയാകുമ്പോഴാണ് ഈ സാധനം എടുക്കുന്ന സമയത്ത് നമുക്ക് ബൈക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ കാറിലോ പോലും AC ഇടാതെ അതിൻ്റെ പുറകിന് പോകാനായിട്ട് പറ്റില്ല. പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും. അത്രയ്ക്ക് അസഹ്യമായ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഈ വണ്ടി, ഈ മാലിന്യങ്ങൾ എന്തായാലും ഫാക്ടറി കൊണ്ടുവരണമല്ലോ. ഈ കൊണ്ടുവരുന്നതിനകത്ത് ഈ പ്രദേശത്തൂടെ തന്നെ ആയിരിക്കുമല്ലോ, വഴി കൂടെ ആയിരിക്കുമല്ലോ തന്നെ വരുന്നത്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഇവർ ഓർഗാനിക് എന്ന് പറയുന്നതല്ലാതെ ഏത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഈ വെബ്സൈറ്റിലൊന്നും വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് ട്രാൻസ്പെറൻസി ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം, ഈ പ്രോസസ്സ്, വാട്ട് ഈസ് ദ പ്രോസസ്സ് എന്നുള്ളതിന് ഒരു ട്രാൻസ്പെറൻസി സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സാധനമൊന്നും ആ വെബ്സൈറ്റിനകത്തില്ല. മനോഹരമായ 4 ചെറുപ്പക്കാരുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. MD, ഫിനാൻഷ്യൽ MD, മറ്റേ MD, മറിച്ച് MD എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ MDമാരെല്ലാം കൂടെ ചേർന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ. അധികം സമയം അവശേഷിക്കുന്നില്ല. ഒറ്റ കാര്യം രജീഷിനോടാണ്. അല്ല, ഞാനിതിലൊരു കാര്യം ഇപ്പൊ നേരത്തെ ചോദിച്ചതിന്റെ ബാക്കിയിട്ട് പറയാണ്. അതായത് ഇവിടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവത്തിലൊരു വലിയൊരു വിഷയമുണ്ട്. അത് ഇതുപോലെയുള്ള ഓൺട്രപ്രണർഷിപ്പ് ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വളരെ, അല്ലെങ്കിൽ ബിസിനസ് ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതൊരു പണ്ടേ ഉള്ളൊരു ദുഷ്പേരാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സത്യത്തിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ചുണ്ടാകുമ്പോൾ സംഭവിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ലോ എൻഫോഴ്സ്മെന്റ് അത് കൃത്യമാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് എത്രത്തോളം അവിടെ പഴുതില്ലാതെ അത് അവിടെ നടപ്പിലായിട്ടുണ്ട് എന്നത് അന്വേഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ അധികാരികൾക്കുണ്ട്. 2, ഇത് നടത്തുന്ന ആളുകൾക്ക്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സുജീഷ് അടക്കമുള്ള ആളുകളോട് നമുക്കുള്ള ഒരു അഭ്യർത്ഥന, ഈ ദുഷ്പേരിലേക്ക് നിങ്ങളായിട്ട് ഇതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈ വെച്ചിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഭാവിയിലും ഇത്തരം കാര്യങ്ങളായിട്ട് വരുന്ന ഓരോ ആളുകൾക്കും കിട്ടുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിട്ടാണ് ഇത് മാറുക. കേരളത്തിന് മൊത്തത്തിലാണ് ഇത് ബാധിക്കുക. പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു എൻഡോസൾഫാൻ ഒരു വിവാദമുണ്ട്. അങ്ങനെ ഒരു സംഭവം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നിരിക്കെ അവിടെ അതുകൊണ്ടാണ് കുട്ടികൾക്ക് അസുഖം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിൽ മുഴുവൻ പാട്ടായി അതിന്റെ പേരിൽ വലിയ പിരിവ് വരെ നടക്കുന്ന ഒരു സാധ്യത ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. പ്രസിഡന്റ് ഉള്ളത് അത്തരത്തിലുള്ള സംഗതി. അപ്പൊ അത് ഡിസ്പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ഇപ്പോൾ CWRDMനെ കുറിച്ച് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ഏജൻസീസിനെ പറഞ്ഞതുപോലെ അവരുടെ ബാധ്യതയാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരുന്നില്ല. അതും ഇവിടെ നമ്മൾ കാണുന്നില്ല. പിന്നെ ഉള്ളത് അക്കൗണ്ടബിലിറ്റി ഒരു ഫാക്ടറാണ്. അത് പൊതുജനങ്ങൾക്കും ഉണ്ട്, ഈ പറയുന്ന ഇതിന്റെ ഉടമകൾക്കുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ പുറത്ത് കാണുന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇനി ഇതൊന്നുമില്ല, ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് ഉണ്ടാക്കി വെക്കുന്ന വഴികളായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ അതും ഒഴിവാക്കേണ്ടത്. ഇപ്പൊ സത്യത്തിൽ പണ്ടൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വിഷയം എങ്ങനെ പരിഹരിക്കാന്ന് മാത്രം നോക്കി. ഇപ്പൊ അത് മാത്രം പോരാ. ഇപ്പൊ ഇത് മുതലെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ എങ്ങനെ അവരെ തടയാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതൊരു വലിയ പ്രശ്നം. അതായത് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പുലിയോ അല്ലെങ്കിൽ സിംഹമോ ഒരു മൃഗത്തെ വേട്ടയാടി പിടിച്ചു കഴിയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ പറയുന്ന കഴുതപ്പുലികൾ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നതാണ് സത്യത്തിൽ ഇവിടെ. അപ്പൊ ആ ഒരു റോളിലാണ് സത്യത്തിൽ ഇവിടെ ഈ SDPI പോലെയുള്ള തീവ്ര സംഘങ്ങളുടെ ഒരു പ്രശ്നം. പിന്നെ അതോടൊപ്പം ഇത് ഇനി അവരുടെ തലയിലിടാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പ്രവണത ഇവിടെ ഉണ്ട്. അപ്പൊ ഇതടക്കം നമ്മളിവിടെ ഡിസ്പ്രൂവ് ചെയ്യേണ്ട ഒരു ബാധ്യത
ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട്. അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്ക് ഇത് പോയിക്കൊണ്ട് ഇത് വഴി മാറിപ്പോവും. മൊത്തത്തിൽ കേരളത്തിന്റെ ചിത്രം തന്നെ കൂടുതൽ ദുഷ്പേരുണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ഈ പറയുന്ന ബിസിനസ് ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പര്യവസാനമായിട്ട് മാറുക. അത് ഉണ്ടാവാതെ നോക്കേണ്ടത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഒരു മാസം എന്തിനത് അടച്ചിട്ടെന്നുള്ള ഒരു ചോദ്യം കൂടെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്.